ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ പുത്തരി ഉത്സവത്തോടനുബന്ധിച്ച് ദീപസമർപ്പണമുണ്ട്. അപ്പം ഞാനിവിടെ ഉത്സവത്തിന് വന്നിട്ടുണ്ടെങ്കിലും പുത്തരിക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ദീപം തെളിയിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും മോനും ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മയും ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാരെ, നല്ല ഭംഗിയില്ലേ വിളക്ക് കത്തുന്ന കാണാൻ? ഞാനും കുറേ നേരം നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ ആ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് നേരെ പോകുന്നത് സിനിമക്കാണ് കേട്ടോ. ഉത്സവപ്പറമ്പിൽ പോയാൽ പിന്നെ കളിപ്പാട്ടം ഇല്ലാതെ നമ്മളെ മക്കൾ തിരിച്ചു വരില്ലല്ലോ അല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോകുന്നത് മട്ടന്നൂർ സഹീനയിലേക്കാണ്. പ്രണവ് മോഹൻലാലിൻ്റെ DS ഹീറോ മൂവിക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെയും കറക്റ്റ് ടൈമിന് തന്നെ എത്താൻ പറ്റി കേട്ടോ. അച്ഛൻ ടിക്കറ്റ് എടുത്ത് ഓടി വന്നു. അമ്മ എന്നോട് പറഞ്ഞ് പ്രേതത്തിൻ്റെ സിനിമയാണ്, നിനക്ക് പേടിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രേതത്തിനൊരു അടി വെച്ച് കൊടുക്കും. ഈ പറച്ചിൽ കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ആൾ നല്ല ധൈര്യശാലിയാണ്. അമ്മയുടെ ഷാള് കൊണ്ട് മുഖം പൊത്തിയിട്ട് സിനിമ പകുതി പോലും കണ്ടില്ല. ഈ പറയുന്ന എനിക്കും കുറച്ച് പേടിയൊക്കെ ആയി കേട്ടോ. പക്ഷെ അമ്മയും ഷാജിലാട്ടനും പറഞ്ഞത് അവർക്ക് ഒട്ടും പേടിയായില്ലെന്നാണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും സമയം രാത്രി 11:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നട്ടപ്പാതിരയൊക്കെ കോൺ ഐസ്ക്രീമും വാങ്ങി തിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ.